നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 25/12/2025 വ്യാഴാഴ്ച രാവിലെ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 183, RSS 5 കിലോ 179 രൂപ 50 പൈസ, ISNR 20 161 രൂപ 50 പൈസ, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 127 രൂപ 35 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 183, RSS 5 കിലോ 179 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. കേരളത്തിലെ മറ്റിനം ഗ്രേഡ് അനുസരിച്ച് നോക്കുമ്പോൾ ലൂസ് കിലോ 172, ലോട്ട് കിലോ 164 മുതൽ 169 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 75 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 174, RSS 5 കിലോ 170. വിദേശ വില നോക്കുമ്പോൾ RSS 4 കിലോ 190 രൂപ 18 പൈസ, RSS 5 കിലോ 189 രൂപ 74 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 175, RSS 5 കിലോ 171 രൂപ 50 പൈസ, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 114. ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 168 രൂപ, ഫാക്ടറി വില 178 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 8400 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 10080 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11760 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം ഇന്ന് ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് മിക്കവർക്കും ലീവിലാണ്. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 12,735, ഒരു പവൻ 1,1880 രൂപയാണ്. അതുപോലെ 24 ക്യാരറ്റ് 13,893, ഒരു പവൻ 1,11,144. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 10,420, ഒരു പവന് 83,360. ഇതാണ് ഇന്ന് സ്വർണ്ണവില. ഇന്നലെ സ്വർണ്ണവില 280 രൂപയാണ് കൂടിയത് ഒരു പവൻ്റെ മുകളിൽ. 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപ. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, തേങ്ങ പച്ചത്തേങ്ങ ചകിരിയുള്ളത് 60 മുതൽ 80, കൊക്കോ 360, കൊച്ചാലം ഉണങ്ങിയത് 500, വെളിച്ചെണ്ണ ലിറ്റർ 440, കൊപ്ര എടുത്തപടി 187, പിണ്ണാക്ക് എസ്പെലർ 41, റോട്ടറി 42, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 910, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 697, കുരുമുളക് പുതിയത് 687, കുരുമുളക് ഗാർബിൾഡ് കിലോ 717, ചുക്ക് ഫസ്റ്റ് 350, മഞ്ഞൾ സേട 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയറും 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 270. SIR ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജമാക്കും. കരണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം താൽക്കാലിക ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതാത് ജില്ലാ കളക്ടർമാരെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതികൾ, തീരദേശ മേഖല, മറ്റ് പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇതിന് വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഇതിന് അതാത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തും. മറ്റ് സാമൂഹിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്ന എല്ലാ ടീമുകളും അതായത് പ്രദേശങ്ങളിൽ 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതായിരിക്കും. അതായത് രാജ്യത്തെ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേരും അതോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ക്രിസ്മസ് ആശംസകൾ. സമാധാനം പുലരട്ടെ.